ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് +2 കെമിസ്ട്രിയുടെ 10ാമത്തെ ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ബയോമോളിക്യൂൾസ്, അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അത്. ജസ്റ്റ് ഞാനതൊന്ന് വായിക്കാം. A living system grows, sustains and reproduces itself. The most amazing thing about a living system is that it is composed of non-living atoms and molecules. The pursuit of knowledge of what goes on chemically within a living system falls in the domain of biochemistry. Living systems are made up of various complex biomolecules like carbohydrate, protein, nucleic acid, lipid, etc. Proteins and carbohydrates are essential constituents of our food. These biomolecules interact with each other and constitute the molecular logic of life processes. In addition, some simple molecules like vitamins and minerals, salt, also play an important role in the functions of organisms. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഒരു ലിവിങ് സിസ്റ്റം എടുത്താൽ, ലിവിങ് സിസ്റ്റം എന്ന് വെച്ചാൽ പ്ലാന്റ്സും ആനിമൽസും ഓൾസോ നമ്മുടെ ഹ്യൂമൻ ബീങ്സും ഈ ലിവിങ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. അപ്പോൾ എന്താണ് ലിവിങ് സിസ്റ്റത്തിൽ നടക്കുന്നത്? ഗ്രോ ചെയ്യുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, റീപ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കണ്ടെങ്കിൽ മോളിക്യൂൾസിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഈ ബോഡി ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ബയോമോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ബയോമോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ, അതൊരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അത് ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ ഈ കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ നമ്മുടെ ഒരു ലൈഫ് സൈക്കിള് പൂർണ്ണമായിട്ട് നടക്കണ്ടെങ്കിൽ ഈ ബയോമോളിക്യൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്, ഇവയെല്ലാം. അപ്പോൾ ഈ ഒരു ബയോമോളിക്യൂൾസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത് വെറൈറ്റി ഓഫ് ഫുഡ് വഴിയാണ്. നമ്മുടെ ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് ഈ ഒരു മോളിക്യൂൾസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതും അവ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് നമ്മുടെ എല്ലാ നമ്മുടെ ഓർഗൻസിന്റെ ഒക്കെ ഫങ്ഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ അതിന്റെ അളവ്, ഒരു നിശ്ചിത അളവിൽ ബയോമോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൽ വേണം, എങ്കിൽ മാത്രമേ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻ നടക്കുകയുള്ളൂ. ഇപ്പോൾ പ്രോട്ടീൻസിന്റെ അളവ് കുറഞ്ഞാലോ, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറഞ്ഞാലോ, അല്ലെ വിറ്റാമിൻസിന്റെ ഇതിന്റെ ഒക്കെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഡിസീസസ് നമുക്ക് കാണാൻ പറ്റും, അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പോൾ ബയോമോളിക്യൂൾസ് നമ്മുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു ബയോമോളിക്യൂൾസിന്റെ എക്സാമ്പിൾസ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ വിറ്റാമിൻസും അതുപോലെ തന്നെ മിനറൽ സോൾട്ടും ഒക്കെ എന്താണ്, നമ്മളെ ലൈഫ് പ്രോസസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമ്മുടെ ധാന്യങ്ങൾ, അതായത് ഗ്രെയിൻസ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഡയറി പ്രൊഡക്ട്സ് ആയ മിൽക്ക്, യോഗട്ട്, ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നത്. അതുപോലെ പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഗ്ഗ്,
ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഇത് കഴിക്കുന്നതിലൂടെ നമ്മൾ ശരീരത്തിലേക്ക് പ്രോട്ടീൻസ് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്പിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡാണ് എഡിബിൾ ഓയിൽസ്. ഈ നമ്മുടെ കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, പീനട്ട് ബട്ടർ, അതുപോലെ തന്നെ നമ്മുടെ സീഡ്സ്, നട്ട്സ്, ഇതിലൊക്കെ എന്താണ് ലിപ്പിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ലിപ്പിഡും എത്തുന്നുണ്ട്. ഓൾസോ ഇതൊക്കെ കൂടാതെ വിറ്റാമിൻസും മിനറൽ സാൾട്ടും എന്താണ് നമ്മളെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വിറ്റാമിൻസ് നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെ വിറ്റാമിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. വിറ്റാമിൻസിന് നമ്മുടെ ലൈഫ് പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിൽ വളരെയധികം പങ്കുണ്ട്. അതിന്റെ വിറ്റാമിൻസിന്റെ കുറവ് പല ഡിസീസസിനും കാരണമാവുന്നുണ്ട്. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത് വെച്ചാൽ ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബയോമോളിക്യൂൾസിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുന്നതിലൂടെ നമുക്ക് ലാസ്റ്റ് എന്തൊക്കെയാണ് ബയോമോളിക്യൂൾസും അതിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു ബയോമോളിക്യൂൾസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഇതൊക്കെ ബയോമോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ടാണ്. കാർബോഹൈഡ്രേറ്റ് ഒരു ബയോമോളിക്യൂൾ ആണ്. സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും ഒക്കെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് വായിക്കാം. Carbohydrates are primarily produced by plants and form a very large group of naturally occurring organic compound, and some common example of carbohydrate are cane sugar, glucose, starch, etc. അതായത് ഈ കാർബോഹൈഡ്രേറ്റ് പ്രൈമർലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആയിരിക്കും. ഇതൊരു നാച്ചുറലി ഒക്കറിങ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കോമൺ എക്സാമ്പിൾസ് ആണ് കെയിൻ ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, ഇതൊക്കെ. മോസ്റ്റ് ഓഫ് ദം ഹാവ് ജനറൽ ഫോർമുല CxH2O(Y). അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. CxH2O(Y) ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. CxH2O(Y) ഇതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല. And were considered as hydrate of carbon from where the name carbohydrate was derived. അതായത് ഈ ഒരു ജനറൽ ഫോർമുല കണ്ട നമുക്ക് മനസ്സിലാവും കാർബണും ഉണ്ടാവും, ഒരു ഹൈഡ്രേറ്റ് ഗ്രൂപ്പും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് കാർബോഹൈഡ്രേറ്റ് എന്ന് പേര് വന്നത്. ഫോർ എക്സാമ്പിൾ, ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് is C6H12O6. Fit into this general formula. C6H2O all 6 നമുക്ക് എഴുതാം. അതായത് ഈ C6H12O6നെ നമുക്ക് C6H2O all 6 നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിന്റെ ഈ ഫോർമുലയെ നമുക്ക് ജനറൽ ഫോർമുലയായിട്ട് എഴുതാൻ പറ്റും.
But all the compounds which fit into this formula may not be classified as carbohydrate. For example, acetic acid is CH3COH, fit into this general formula C2H2O2, but it is not a carbohydrate. എന്താ ഇവിടെ പറയുന്നത് വെച്ചാല് ഈ ഒരു ജനറൽ ഫോർമുല എഴുതാൻ പറ്റുന്ന എല്ലാം കാർബോഹൈഡ്രേറ്റ് ആവണമെന്നില്ല. അതിനൊരു എക്സാമ്പിൾ പറയലാണ് അസറ്റിക് ആസിഡ് വെച്ചിട്ട്. അസറ്റിക് ആസിഡിന്റെ ഫോർമുല നമുക്കറിയാം CH3COOH ആണ്. അതിന് നമുക്ക് C2H2O2 എന്ന് എഴുതാൻ പറ്റും. സോ ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുലയായിട്ട് സാമ്യമുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ അസറ്റിക് ആസിഡിനെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാം കാർബോഹൈഡ്രേറ്റ് ആവണമെന്നില്ല. അതുപോലെ തന്നെ similarly, rhamnose C6H12O5 is a carbohydrate but does not fit in this definition. റാംനോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന്റെ ഫോർമുല C6H12O5 ആണ്. ഈ ഒരു ഫോർമുലയെ നമുക്ക് ജനറൽ ഫോർമുലയായിട്ട് എഴുതാൻ പറ്റില്ല. എന്നാലും ഇതെന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്കത് കാർബോഹൈഡ്രേറ്റ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് കാർബോഹൈഡ്രേറ്റ് ആവാം, ചിലത് അല്ലാണ്ടും ആവാം. A large number of their reactions have shown that they contain specific functional group. Chemically, the carbohydrate may be defined as optically active polyhydroxyaldehyde or ketone, or the compound which produce such units on hydrolysis. അപ്പൊ എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്ന് ഉള്ളതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ കാർബോഹൈഡ്രേറ്റ്? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് അതിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് ഈ പറയുന്ന യൂണിറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ആ കോമ്പൗണ്ട്സിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അതിനെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയാം. പോളിഹൈഡ്രോക്സി മീൻസ് നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പും പ്രസന്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പ്രസന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. വിച്ച് ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആർ ഓൾസോ കോൾഡ് ഷുഗേഴ്സ്. അപ്പൊ എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ എന്ത് പറയും? ഷുഗേഴ്സ് എന്ന് പറയും, കാരണം അത് സ്വീറ്റ് ടേസ്റ്റ് ആണ് ഉള്ളത്. The most common sugar used in our home is named as sucrose. നമ്മളെ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ ആണ് സൂക്രോസ് എന്ന് പറയുന്നത്. നമ്മളെ മിൽക്കിലൊക്കെ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗർ ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഇതാണ് ലാക്ടോസ്. കാർബോഹൈഡ്രേറ്റ് ആർ ഓൾസോ കോൾഡ് സാക്കറൈഡ്. ഗ്രീക്ക് സാക്രോൺ മീൻസ് ഷുഗർ. അതായത് കാർബോഹൈഡ്രേറ്റിന് സാക്കറൈഡ് എന്നും കൂടി വിളിക്കും, കാരണം സാക്രോൺ മീൻസ് ഷുഗർ. അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റിന് സാക്കറൈഡ് എന്ന് കൂടി വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്ര വരെ പറഞ്ഞത് കാർബോഹൈഡ്രേറ്റ് എന്താണ് എന്നുള്ളതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ആണ്. ഇനി അടുത്തത് പറയുന്നത്
കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ carbohydrates are classified on the basis of their behavior on hydrolysis. They have been broadly divided into following 3 groups. അതായത് ഹൈഡ്രോളിസിന്റെ ഒരു ബേസിസിൽ കാർബോഹൈഡ്രേറ്റിനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മോണോസാക്കറൈഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഒലിഗോസാക്കറൈഡ് ആൻഡ് ദ തേർഡ് വൺ ഈസ് പോളിസാക്കറൈഡ്. അപ്പൊ ഫസ്റ്റ് എന്താണ് മോണോസാക്കറൈഡ് നോക്കാം നമുക്ക്. മോണോസാക്കറൈഡ് എന്ന് വെച്ചാല് a carbohydrate that cannot be hydrolyzed further to give simpler unit of polyhydroxy aldehyde or ketone is called a monosaccharide. About 20 monosaccharides are known to occur in nature. Some common examples are glucose, fructose and ribose, etc. അതായത് ഈ മോണോസാക്കറൈഡിനെ നമുക്ക് ഹൈഡ്രലൈസ് ചെയ്തിട്ട് സിംപ്ലർ യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. അതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം തന്നെയാണ് മോണോസാക്കറൈഡ്. അതിനെ വീണ്ടും എന്താണ് ഹൈഡ്രലൈസ് ചെയ്തിട്ട് സിംപ്ലർ യൂണിറ്റ് ഒന്നും ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് എന്ത് പറയാ, മോണോസാക്കറൈഡ് എന്ന് പറയാ. നമ്മുടെ നാച്ചുറല് 20 മോണോസാക്കറൈഡ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് റൈബോസ്. And the next classification is oligosaccharide. Oligosaccharide എന്ന് വെച്ചാല് കാർബോഹൈഡ്രേറ്റ് that yield 2 to 10 monosaccharide unit on hydrolysis are called oligosaccharide. They are further classified as disaccharide, trisaccharide, tetrasaccharide, etc. And depending upon the number of monosaccharides they provide on hydrolysis. Amongst these, the most common are disaccharide. The 2 monosaccharide unit obtained on hydrolysis of a disaccharide may be same or different. For example, 1 molecule of sucrose on hydrolysis to give 1 molecule of glucose and 1 molecule of fructose, whereas maltose give 2 molecule of only glucose. അതായത് ഒലിഗോസാക്കറൈഡ് എന്ന് വെച്ചാല് ഈ കാർബോഹൈഡ്രേറ്റ് എന്താണ് ഹൈഡ്രോളിസിസ് ചെയ്താല് 2 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ ഒലിഗോസാക്കറൈഡിനെ തന്നെ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡൈസാക്കറൈഡ്, ട്രൈസാക്കറൈഡ്, ടെട്രാസാക്കറൈഡ് ഒക്കെ ആയിട്ട്. ഡൈസാക്കറൈഡ് മീൻസ് ഈ കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്ത് കിട്ടും, 2 മോണോസാക്കറൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഡൈസാക്കറൈഡ് എന്ന് പറയും. ഹൈഡ്രോളിസിസ് ചെയ്താൽ 3 കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 3 മോണോസാക്കറൈഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ ട്രൈസാക്കറൈഡ് എന്ന് പറയും. ഇനി 4 മോണോസാക്കറൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ടെട്രാസാക്കറൈഡ് എന്നും പറയും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സൂക്രോസിന്റെയും അതുപോലെ തന്നെ മാൾട്ടോസിന്റെയും കാര്യം. സൂക്രോസ് എന്താണ്, സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും, ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. എന്തൊക്കെയാണ് കിട്ടുക, സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്താല് സൂക്രോസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും കിട്ടും. മാൾട്ടോസ് ഹൈഡ്രോളിസിസ് ചെയ്താൽ 2 മോളിക്യൂൾസ് ഗ്ലൂക്കോസ് ആണ് കിട്ടുക. അപ്പൊ ഇതാണ് ഒലിഗോസാക്കറൈഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പോളിസാക്കറൈഡ്. എന്താണ് പോളിസാക്കറൈഡ്?
Polysaccharide means carbohydrate which yield a large number of monosaccharide unit on hydrolysis are called polysaccharide. Some common examples are starch, cellulose, glycogen, gum, etc. Polysaccharides are not sweet in taste, hence they are also called non-sugars. എന്താണത് പറഞ്ഞത്? പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ ഹൈഡ്രോളിസിസ് എഴുതാൻ എന്ത് കിട്ടും? ലാർജ് നമ്പർ ഓഫ് മോണോസാക്കറൈഡ് കിട്ടും. അതിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് പറയുക. പോളിസാക്കറൈഡിന് എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഗം. ഇനി അടുത്ത പോയിന്റ് ആണ് പോളിസാക്കറൈഡ് നോട്ട് സ്വീറ്റ് ഇൻ ടേസ്റ്റ് ആണ്. സ്വീറ്റ് ടേസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഈ പോളിസാക്കറൈഡിനെ നോൺ ഷുഗേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. പോളിസാക്കറൈഡ്സിനെയാണ് നമ്മൾ നോൺ ഷുഗേഴ്സ് എന്ന് വിളിക്കുക. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഗം ഇതൊക്കെ എന്താണ്? നോൺ ഷുഗേഴ്സ് ആണ്. The carbohydrate may also be classified as either reducing or non-reducing sugars. All those carbohydrates which reduce filling solution and tolerance reagent are referred to as reducing sugars. All monosaccharide, whether aldose or ketose, are reducing sugars. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ നമ്മളിപ്പോൾ ഹൈഡ്രോളിസിന്റെ ബേസിസിലാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തത്: മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ് ആൻഡ് പോളിസാക്കറൈഡ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സിനെ ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജന്റിനെയും റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. ആൻഡ് ഫില്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജന്റിനെയും റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല എങ്കിൽ ആ കാർബോഹൈഡ്രേറ്റിനെ നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് പറയും. റെഡ്യൂസിങ് ഷുഗേഴ്സിന് എക്സാമ്പിൾ ആണ് ഓൾ മോണോസാക്കറൈഡ്. എല്ലാ മോണോസാക്കറൈഡും. നമ്മൾ മോണോസാക്കറൈഡ്സിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്: ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ആൽഡോസ്, ഇതൊക്കെ. സോ എല്ലാ മോണോസാക്കറൈഡും എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഇനി അടുത്ത പാർട്ടാണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. മോണോസാക്കറൈഡ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്സ് പഠിച്ചു. ഇതിലെ ഫസ്റ്റ് വൺ ആണ് മോണോസാക്കറൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ മോണോസാക്കറൈഡ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. Monosaccharides are further classified on the basis of number of carbon atoms and the functional group present in them. If a monosaccharide contains an aldehyde group, it is known as aldose, and it containing a ketone group, it is known as ketose. The number of carbon atoms constituting the monosaccharide is also introduced in the name as is evident from the example given in table 10.1. അതായത് നമ്മൾ മോണോസാക്കറൈഡ്സിനെ തന്നെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ഇതിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൾസോ ഇതിൽ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനെ ആൽഡോസ് എന്നും, കീറ്റോ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ കീറ്റോസ് എന്നും വിളിക്കും. അപ്പൊ ഈ ഒരു ടാബിള് നോക്കാം. ഇതില് കാർബൺ ആറ്റംസ് 3 ആണെങ്കിൽ അതിനെ ട്രയോസ് എന്ന് പറയും. അതില് ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഡോ ട്രയോസ് എന്ന് പറയും. കീറ്റോ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ കീറ്റോ ട്രയോസ് എന്ന് പറയും.
ഇനി ആ ഒരു മോണോസാക്കറൈഡിൽ 4 കാർബൺ ആറ്റം പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ ടെട്രോസ് എന്ന് പറയും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഡോ ടെട്രോസ് എന്നും കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോ ടെട്രോസ് എന്നും പറയും. ഇനി 5 കാർബൺ ആറ്റം പ്രസന്റ് ആയിരിക്കുന്നെങ്കിലോ പെൻഡോസ് എന്ന് പറയും. ആൽഡോ പെൻഡോസ് ആൻഡ് കീറ്റോ പെൻഡോസ്. അതുപോലെ തന്നെ 6 കാർബൺ ആറ്റം ആ ഒരു മോണോസാക്കറൈഡിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ജനറൽ ടേം എന്ന് പറയുന്നത് ഹെക്സോസ് ആണ്. അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ ആൽഡോ ഹെക്സോസ് എന്നും കീറ്റോ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ കീറ്റോ ഹെക്സോസ് എന്നും പറയും. ഇനി 7 കാർബൺ ആറ്റം പ്രസന്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ് ആണെങ്കിൽ അതിനെ ഹെപ്റ്റോസ് എന്ന് പറയും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഡോ ഹെപ്റ്റോസ് എന്നും കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോ ഹെപ്റ്റോസ് എന്നും പറയും. അപ്പൊ മോണോസാക്കറൈഡ്സില് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചതിൽ ഫസ്റ്റ് വൺ പഠിച്ചതാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് ഫ്രീലി ഇൻ നാച്ചർ ആസ് വെൽ ആസ് ഇൻ ദ കമ്പൈൻഡ് ഫോം. ഫ്രീ ആയിട്ട് നാച്ചുറൽ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ കമ്പൈൻഡ് ഫോമിലും ഗ്ലൂക്കോസ് കാണപ്പെടും. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട് ആൻഡ് ഹണി. റൈപ്പ് ഗ്രേപ്സ് ഓൾസോ കണ്ടെയ്ൻ ഗ്ലൂക്കോസ് ഇൻ ലാർജ് എമൗണ്ട്സ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് ഫോളോസ്. അതായത് നമ്മുടെ സ്വീറ്റ് ഫ്രൂട്ട്സിലും ഹണിയിലൊക്കെ ഗ്ലൂക്കോസ് പ്രസന്റ് ആയിട്ടുണ്ട്. അതുപോലെ റൈപ്പ് ഗ്രേപ്സിൽ ഗ്ലൂക്കോസ് ഉണ്ട് ലാർജ് എമൗണ്ട് ആയിട്ട്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ ആണ്. എങ്ങനെയൊക്കെ ഗ്ലൂക്കോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോ ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫ്രം സൂക്രോസ് ആണ്. സൂക്രോസ് ഓൾസോ നോൺ ആസ് കെയിൻ ഷുഗർ. സൂക്രോസിന് വേറൊരു പേരും കൂടിയുണ്ട്, കെയിൻ ഷുഗർ എന്ന് പറയും. If sucrose is boiled with dilute HCl or H2SO4 in alcoholic solution, glucose and fructose are obtained in equal amount. അപ്പോൾ ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. സൂക്രോസിൽ നിന്നാണ് നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. സൂക്രോസ് എന്ത് ചെയ്യുക, ഡയലൂട്ട് HCl അല്ലെങ്കിൽ H2SO4 പ്രസൻസിൽ ബോയിൽ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, സൂക്രോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഫ്രക്ടോസും ഈക്വൽ എമൗണ്ടിൽ കിട്ടും. ഇവിടെ അതിന്റെ റിയാക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. C12H22O11 ഇതാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ഈ സൂക്രോസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ഡയലൂട്ട് HCl ഓർ H2SO4 പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടാകുമ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുലയാണ് C6H12O6. അതുപോലെ തന്നെ ഫ്രക്ടോസിന്റെയും C6H12O6 ആണ്. ഗ്ലൂക്കോസിൽ പ്രസന്റ് ആയിരിക്കുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിൽ പ്രസന്റ് ആയിരിക്കുന്നത് കീറ്റോ ഗ്രൂപ്പും ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സൂക്രോസിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിൽ നിന്നാണ്. ഫ്രം സ്റ്റാർച്ച് commercially glucose is obtained by hydrolysis of starch by boiling it with dilute sulfuric acid at 393 Kelvin under pressure. അതായത് നമ്മൾ കൊമേഴ്ഷ്യലി ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസിസ് വഴിയാണ്. സ്റ്റാർച്ച് എന്ത് ചെയ്യുക, വാട്ടറുമായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യിക്കുക ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അതിൽ എത്ര കെൽവിൻ ടെമ്പറേച്ചറും എത്ര ATM പ്രഷർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 393 കെൽവിൻ ടെമ്പറേച്ചറും 2 ATM പ്രഷറുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടാകുമ്പോൾ എന്ത് നമുക്ക് ലഭിക്കും, ഗ്ലൂക്കോസ് ലഭിക്കും. അപ്പോൾ സ്റ്റാർച്ചിന്റെ
സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് C6H10O5 എന്നിട്ട് ബ്രാക്കറ്റിന് പുറത്ത് N എഴുതിയിട്ടുണ്ട്. അതിന്റെ മീനിങ് ഇതൊരു പോളിമർ ആണ്. ഇതൊരു പോളിസാക്കറൈഡ് ആണ്. അതായത് കുറേ യൂണിറ്റ്സ് ഇതില് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാർച്ച് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ N നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്റ്റാർച്ചോ സെല്ലുലോസോ ഹൈഡ്രോളിസിസ് ചെയ്തിട്ടാകുമ്പോൾ എന്ത് കിട്ടും? N നമ്പർ ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് കിട്ടും. അപ്പോൾ കൊമേഴ്ഷ്യലി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് സ്റ്റാർച്ചിൽ നിന്നാണ്. അപ്പൊ നമ്മള് ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ ആണ് പഠിച്ചത്. ഒന്ന് സ്റ്റാർച്ചിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാന്നുള്ളതും അതുപോലെ തന്നെ സൂക്രോസിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കാന്നുള്ളതും. ഇനി അടുത്തത് പഠിക്കുന്നത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. Glucose is a aldohexose and is also known as dextrose. അതായത് ഗ്ലൂക്കോസിന് എന്തുകൊണ്ടാണ് ആൽഡോഹെക്സോസ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസിൽ 6 കാർബൺ ആറ്റാണ് പ്രസന്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് അതിനെ ഹെക്സോസ് എന്ന് പറയാം. പിന്നെ അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും പ്രസന്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൽഡോഹെക്സോസ് എന്ന് പറയുന്നത്. അത് കൂടാതെ അതിന് ഡെക്സ്ട്രോസ് എന്നും കൂടി പേരുണ്ട്. ഇറ്റ് ഈസ് ദ മോണോമർ of many of the larger carbohydrate, namely starch, cellulose. It is probably the most abundant organic compound on earth. It was assigned the structure given below on the basis of the following evidences. അതായത് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജർ കാർബോഹൈഡ്രേറ്റ്സ് ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത്. അതൊരു പോളിസാക്കറൈഡ്സ് ആണ് സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു മോണോമർ ആണ് എന്തെന്ന് ഗ്ലൂക്കോസ് പറയുന്നത്. ഗ്ലൂക്കോസ് യൂണിറ്റ് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ ഏർത്തിലെ ഒരു മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ്. അപ്പൊ ഇനി അടുത്തത് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറൽ എവിഡൻസസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല മാത്രമേ അറിയുള്ളൂ. എന്താണ് കെമിക്കൽ ഫോർമുല? C6H12O6. ഇതാണ് ഇതിന്റെ ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല. അപ്പോ ഇതില് ആൽക്കഹോളിന്റെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എത്രയുണ്ട്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എത്രയുണ്ട്, ഇത് സ്ട്രേറ്റ് ചെയിൻ ആണോ അല്ലെ സൈക്ലിക് കോമ്പൗണ്ട് ആണോ, ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അറിയില്ല. അപ്പോ ഇതിന്റെ സ്ട്രക്ചറൽ ആയിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത് പറയുന്നത് ഓരോ റിയാക്ഷൻ ആണ്, അതായത് അതിന്റെ സ്ട്രക്ചറൽ എവിഡൻസസിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല വാസ് ഫൗണ്ട് ടു ബി C6H12O6. അത് ഒന്നാമത്തെ നമ്മളെ എവിഡൻസ് ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു, C6H12O6 എന്നുള്ളത്. ഇനി അടുത്തത് ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI it form an hexane suggesting that all the 6 carbon atoms are linked in the straight chain. ഇനി അടുത്ത എവിഡൻസ് എന്ന് പറയുന്നത് ഇത് സ്ട്രേറ്റ് ചെയിൻ ആണോ അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട് ആണോ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഗ്ലൂക്കോസിനെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? N-ഹെക്സൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിലുള്ള 6 കാർബൺ ആറ്റം എന്ന് പറയുന്നത് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രേറ്റ് ചെയിൻ ആയിട്ടാണ്. അപ്പോ ഈ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ചെയിനാന്നുള്ള എവിഡൻസ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ എവിഡൻസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമീൻ ടു ഫോം ഓക്സൈഡ് ആൻഡ്
adds a molecule of hydrogen cyanide to give cyanohydrin. These reactions confirm the presence of carbonyl group in the glucose. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിൽ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂക്കോസിനെ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ എന്ത് ഫോം ചെയ്യും? ഓക്സൈം ചെയ്യും. ഓക്സൈം ഫോം ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസിനെ ഹൈഡ്രജൻ സയനൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സയനോഹൈഡ്രിൻ ഫോം ചെയ്യും. അപ്പൊ ഈ രണ്ട് റിയാക്ഷനും കൺഫേം ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂക്കോസിൽ കാർബണിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ എവിഡൻസും കിട്ടി. ഇനി അടുത്തത് നാലാമത്തെയാണ്. ഗ്ലൂക്കോസ് ഗെറ്റ് ഓക്സിഡൈസ് ടു 6 carbon carboxylic acid on reaction with a mild oxidizing agent like bromine water. This indicates that the carbonyl group present is an aldehydic group. ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ആ ഒരു സ്റ്റെപ്പിൽ കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർബണിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് ആൽഡിഹൈഡ് ആവാം അല്ലെങ്കിൽ കീറ്റോൺ ആവാം. അപ്പോൾ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഗ്ലൂക്കോസ് ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ ഗ്ലൂക്കോണിക് ആസിഡ് ഫോം ചെയ്യും. അതായത് ഈ ഒരു ആൽഡിഹൈഡിക് ഗ്രൂപ്പ് എന്ത് ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? CHO എന്ന് ഫോം ചെയ്യും. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതില് ആൽഡിഹൈഡിക് ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ്. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതില് ആൽക്കഹോളിന്റെ ഗ്രൂപ്പ് എത്രയുണ്ട് എന്നാണ്. ആൽക്കഹോൾ അല്ല, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് അസറ്റിലേഷൻ ഓഫ് ഗ്ലൂക്കോസ് വിത്ത് അസറ്റിക് anhydride gives glucose pentaacetate which confirm the presence of 5OH group since it exists as a stable compound. 5OH group should be attached to different carbon atom. അതായത് ഈ ഒരു ഗ്ലൂക്കോസ് അസറ്റിക് anhydride ചേരുമ്പോൾ ഗ്ലൂക്കോസ് പെൻഡാഅസറ്റേറ്റ് ഫോം ചെയ്യും. സോ ഇതാണ് ഇവിടുത്തെ നടക്കുന്ന റിയാക്ഷന്. അപ്പോൾ ഇത് കൺഫേം ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂക്കോസില് 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും നമുക്ക് കൺഫർമേഷൻ നടത്തി. ഇനി അടുത്തത് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ആൽക്കഹോളിന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രൈമറി ആണോ സെക്കൻഡറി ഓർ ടേർഷ്യറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൺ ഓക്സിഡേഷൻ വിത്ത് നൈട്രിക് ആസിഡ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ഗ്ലൂക്കോണിക് ആസിഡ് ബോത്ത് yield carboxylic acid, dicarboxylic acid, saccharic acid. This indicates the presence of primary alcoholic group in glucose. അതായത് ഈ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡോ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ നൈട്രിക് ആസിഡ് വെച്ചിട്ട് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ ഡൈകാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. സക്കാരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. ഇവിടെ മുകളിലും താഴെയും 2 കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. സോ സക്കാരിക് ആസിഡ് എന്താണ്? ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൽക്കഹോളിക് ഗ്രൂപ്പ് പ്രൈമറി ആൽക്കഹോളിക് ആണ് ഗ്ലൂക്കോസിൽ ഉള്ളത്. അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഗ്ലൂക്കോസിലുള്ള ആൽക്കഹോളിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആയിരിക്കും.
ഇനി അടുത്തത് the exact spatial arrangement of different OH group was given by Fisher after studying many other properties, and its configuration is currently presented as 1. So gluconic acid is represented as 2 and the saccharic acid is 3. അതായത് ഈ ഒരു കൺഫർമേഷനിലൂടെയെല്ലാം എന്താണ് ഒരു അതിൻ്റെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോണിക് ആസിഡിന്റെ സ്ട്രക്ചർ ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ സക്കാരിക് ആസിഡിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. മുകളിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്. ആൻഡ് ദിസ് ഫസ്റ്റ് കാർബൺ ആറ്റം, ഇത് ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് കാർബൺ ആറ്റം. ഇതില് തേർഡ് കാർബൺ ആറ്റത്തില് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. അതില് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താ ഗ്ലൂക്കോണിക് ആസിഡ് വരുമ്പോൾ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അത് മാറിയിട്ട് അവിടെ കാർബോക്സിലിന്റെ ഗ്രൂപ്പ് വരുന്നുണ്ട്. ആൻഡ് സക്കാരിക് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ എന്താണ്, മുകളിലും അതുപോലെ തന്നെ താഴെയും ഫസ്റ്റ് കാർബൺ ആൻഡ് ദ സെക്കൻഡ് കാർബൺ എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ്, ഗ്ലൂക്കോണിക് ആസിഡിലെ ഈ ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് മാറിയിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. സോ ഇതാണ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വൺ ആണ്. Glucose is currently named as D-glucose, D plus glucose. D before the name of glucose represent the configuration various plus represent the dextrorotatory nature of the molecule. It should be remembered that D and L have no relation with the optical activity of the compound. They are also not related to letter small d and L. The meaning of D and L notation as it follows. അതായത് നമ്മൾ ഗ്ലൂക്കോസിന് ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഡി മീൻസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. നമ്മൾ ഈ ഇതിൽ പറയുന്നത് ഈ റൊട്ടേഷന്റെ കേസിൽ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റൊട്ടേഷന്റെ ഭാഗത്തൊക്കെ പറയുന്ന ഒരു ടേംസ് ആണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി എന്നൊക്കെ പറയുന്നത്. ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റ് സൈഡിലോട്ടേക്കാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ഇനി അതിനെ ലെഫ്റ്റ് സൈഡിലേക്കാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റിന് അതിനെ ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ കേസ് എടുത്താൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ നമ്മളൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് അതിന് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. The letter D or L before the name of any compound indicate the relative configuration of a particular stereoisomer of a compound with respect to configuration of some other compound, configuration of which is known. In the case of carbohydrate, this refers to their relation with a particular isomer of glyceraldehyde. Glyceraldehyde contain one asymmetric carbon atom and exists in two enantiomeric forms as shown below. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. 3 കാർബൺ ഉള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഈ ഫസ്റ്റ് പിക്ചർ നമുക്ക് നോക്കിയാൽ തിരിയും. ഇതില് ഫസ്റ്റ് കാർബൺ ആണ് ഇത്.
ഫസ്റ്റ് കാർബൺ ആണ് ഇത് ആൻഡ് ദ സെക്കൻഡ് കാർബൺ ഇത്, തേർഡ് കാർബൺ ആണ് ഇത്. അപ്പൊ ഈ സെക്കൻഡ് കാർബണില് OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്താണിത്, ഈ ഗ്ലിസറാൾഡിഹൈഡ് ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയും. ഈ ഒരു രണ്ടാമത്തെ സ്ട്രക്ചറില് ഈ സെക്കൻഡ് കാർബണില് OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയും, L ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയും. Isomer of glyceraldehyde has D configuration, and it means that when its structural formula is written on paper following specific convention which you will study in higher class, and the hydroxyl group lies on right hand side in the structure, all those compounds which can be chemically correlated to D plus isomer of glyceraldehyde are said to have a D configuration, and various those which can be correlated to L isomer of glyceraldehyde are said to L configuration, and in L isomer, hydroxyl group is on left hand side as you can see in the structure. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്തായിരിക്കും, റൈറ്റ് സൈഡിലേക്കും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവുക. L ഗ്ലിസറാൾഡിഹൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക. It is the lowest asymmetric carbon atom and which is compared as in plus glucose. OH group on the lowest asymmetric carbon is on the right side, which is comparable to plus glyceraldehyde. So plus glucose is assigned D configuration. Other asymmetric carbon atom of glucose are not considered for this comparison. Also, the structure of glucose and glyceraldehyde is written in a way that most oxidized carbon. അതായത് ഈ ഗ്ലിസറാൾഡിഹൈഡ് നോക്കിയാൽ നമുക്ക് കാണാം ഇതില് അസിമെട്രിക് സെന്റർ പ്രസന്റ് ആണ്. ഈ ഒരു നടുക്കുള്ള ഈ ഒരു സെക്കൻഡ് കാർബൺ നമ്മൾ കൺസിഡർ ചെയ്താല് ഈ സെക്കൻഡ് കാർബണ് അത് ഒരു അസിമെട്രിക് കാർബൺ ആണ്. ഈ അസിമെട്രിക് സെന്റർ പ്രസന്റ് ആവുമ്പോഴാണ് അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുക. അതെങ്ങനെ അസിമെട്രിക് ആണ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാല് അതിലെ 4 ബോണ്ട് ഉണ്ട്. ഈ നടുക്കുള്ള ഈ മിഡിലുള്ള കാർബണിൽ 4 ബോണ്ട് ഉണ്ട്. അത് 4ഉം ഡിഫറെന്റ് മോളിക്യൂൾ ഓർ ആറ്റം ആയിരിക്കണം. അതായത് ഇതില് ഒന്ന് ഹൈഡ്രജൻ ആണ്, ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്, ഒന്ന് CH2OH ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ്, ഒന്ന് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. സോ 4ഉം ഡിഫറെന്റ് മോളിക്യൂൾ ആണ്. അപ്പോൾ അത് 4ഉം ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ ഒരു സെന്റർ നമുക്ക് അസിമെട്രിക് സെന്റർ എന്ന് പറയാം. അപ്പൊ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതില് 3ാമത്തെ കാർബണില് എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ഈ ഒരു ഇതിന്റെ താഴത്തെ പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് എന്താണ്, ഈ ഡി പ്ലസ് ഗ്ലിസറാൾഡിഹൈഡിന് സെയിം ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ്.
അതായത് ഗ്ലൂക്കോസിന്റെ ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഗ്ലൂക്കോസിനെ നമുക്ക് സൈക്ലിക് സ്ട്രക്ചർ ആയിട്ടും നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. The structure 1 of glucose explained most of its properties, but the following reactions and fats could not be explained by this structure. Despite having the aldehyde group, glucose does not give Schiff's test and it does not form the hydrogen sulfate addition product with sodium hydrogen sulfate. Okay. The pentacetate of glucose does not react with hydroxylamine, indicating the absence of free aldehyde group. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് സ്ട്രക്ചറിലെ നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ, അത് അധിക പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്ന റിയേഷൻസ് ഒന്നും ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് അത് ഏതൊക്കെ റിയാക്ഷൻസ് ആണെന്ന് വെച്ചാൽ, ഈ ഷിഫ് ടെസ്റ്റ് ഈ ഗ്ലൂക്കോസ് തരുന്നില്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫേറ്റ് ഫോം ചെയ്യുന്നില്ല സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോസിന്റെ ആ ഒരു സ്ട്രെയിറ്റ് ചെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ചില പ്രോപ്പർട്ടീസ്, ചില റിയാക്ഷൻസ് ഈ ഒരു ഗ്ലൂക്കോസിന്റെ ആ ഒരു സ്ട്രെയിറ്റ് ചെയിൻ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റിയിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഷിഫ് ടെസ്റ്റ് ഗ്ലൂക്കോസ് തന്നിട്ടില്ല. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ സൾഫേറ്റ് ഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ പെൻഡാ അസറ്റേറ്റ് ഫോംസ് ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ദെൻ അടുത്തത് എന്താ വെച്ചാൽ, ഗ്ലൂക്കോസ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ് ഇൻ 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോംസ് which are named as alpha and beta. The alpha form of glucose is obtained by crystallization from concentrated solution of glucose at 303 Kelvin, while the beta form is obtained by crystallization from hot and saturated aqueous solution of 371 Kelvin. അതായത് ഗ്ലൂക്കോസിന് 2 ഡിഫറെന്റ് ക്രിസ്റ്റലൈൻ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ആൽഫയും ബീറ്റയും. ആൽഫ ഗ്ലൂക്കോസ് എങ്ങനെയാ ഒബ്റ്റെയിൻ ചെയ്യുന്ന വെച്ചാല്, ഈ ഗ്ലൂക്കോസിനെ 303 കെൽവിനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആൽഫ ഗ്ലൂക്കോസ് കിട്ടും. ഇനി ബീറ്റ ഗ്ലൂക്കോസ് എങ്ങനെയാ ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാല്, ഹോട്ട് സാച്ചുറേറ്റഡ് അക്വസ് സൊല്യൂഷൻ 371 കെൽവിനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റലൈസേഷൻ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ബീറ്റ ഗ്ലൂക്കോസ് ആണ് കിട്ടുക. This behavior could not be explained by the open chain structure for glucose. അപ്പൊ ഈ ഒരു ബിഹേവിയർ ഒന്നും നമുക്ക് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ വെച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല. This was proposed that one of the hydroxyl group may add to the aldehyde group and form the cyclic hemiacetal structure. It was found that glucose forms a 6-membered ring in which hydroxyl at C5 is involved in a ring formation. This explains the absence of aldehyde group and also existence of glucose in 2 different forms as shown below. These 2 cyclic forms exist in equilibrium with the open chain structure. അതായത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിന് ഈ ഒരു ബിഹേവിയർ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്തത്, ഈ ഗ്ലൂക്കോസിനെ ഒരു സൈക്ലിക് ഫോമിലാക്കിയിട്ട് മാറ്റി, സൈക്ലിക് ഹെമി അസറ്റൽ സ്ട്രക്ചർ ആക്കിയിട്ട് മാറ്റി. അതെങ്ങനെ ചെയ്തെന്ന് വെച്ചാല്, OH ഗ്രൂപ്പ് എന്ത് ചെയ്യും, വൺ ഓഫ് ദ OH ഗ്രൂപ്പ് CHO ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. എന്നിട്ട് എന്താക്കി മാറ്റി, സൈക്ലിക് ഹെമി അസറ്റൽ സ്ട്രക്ചർ ആക്കി മാറ്റി.
ഇതിനെന്താക്കി 6 മെമ്പേർഡ് റിംഗ് ആക്കി മാറ്റുക ചെയ്തത് ഗ്ലൂക്കോസിനെ. C5ലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയാണ് റിംഗ് ഫോർമേഷനിൽ കൊണ്ടുവന്നത്. C5ലുള്ള ഈ നമുക്ക് പിക്ചർ നോക്കിയാൽ ഫസ്റ്റ് പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും C5ലുള്ള OHഉം അതുപോലെ തന്നെ C1ലുള്ള CHഉം ആണ് നമ്മളവിടെ ഒരു റിംഗ് ഫോർമേഷനിൽ വന്നത്. അപ്പൊ എന്തായി അവിടെ ആൽഫ ഡി ഗ്ലൂക്കോസും കിട്ടി, അതുപോലെ തന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസും കിട്ടി. The two cyclic hemiacetal form of glucose differ only in the configuration of hydroxyl group at C1. അപ്പോൾ രണ്ട് ഹെമി അസറ്റൽ ഫോംസ് തമ്മിൽ ഓൺലി വൺ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ്? C1ലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാറ്റമുണ്ട്. ആൽഫ ഡി ഗ്ലൂക്കോസിൽ എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡിലും, അതുപോലെ തന്നെ ബീറ്റ ഡി ഗ്ലൂക്കോസിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ആണ് ഈ രണ്ട് സൈക്ലിക് ഹെമി അസറ്റൽ ഫോംസിൽ കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അനോമറിക് കാർബൺ. ഇതിനെ നമുക്ക് എന്ത് പറയാം? അനോമറിക് കാർബൺ എന്ന് പറയാം. സച്ച് ഐസോമേഴ്സ്, അതായത് ആൽഫ ഫോം ആൻഡ് ബീറ്റ ഫോം ആർ കോൾഡ് അനോമേഴ്സ് എന്ന് പറയാം. അതായത് ഇതിൽ എന്താണ്? ഈ ഗ്ലൂക്കോസില് എന്തൊക്കെ നമ്മൾ സ്ട്രക്ചർ വരച്ചു? ആൽഫ ഫോമും വരച്ചിട്ടുണ്ട്, ബീറ്റ ഫോമും വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ആൽഫ ഫോമും ബീറ്റ ഫോമും ഉള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് പറയും? അനോമേഴ്സ് എന്ന് പറയും. എ 6-membered cyclic structure of glucose is called pyranose structure. അതായത് 6-membered ആയിട്ടുള്ള ആ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്താണ്? പൈറനോസ് സ്ട്രക്ചർ എന്ന് പറയും. ഇൻ അനലോഗി വിത്ത് പൈറാൻ, പൈറാൻ is a cyclic organic compound with 1 oxygen atom and 5 carbon atom in the ring. The cyclic structure of glucose is more correctly represented by Haworth structure as given below. അപ്പൊ എന്താണ്? ഈ ഒരു പൈറാൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന് ഒരു ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൈറനോസ് സ്ട്രക്ചർ എന്ന് പറയാം. അതായത് ഇതിന്റെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെയും ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെയും ആ ഒരു സ്ട്രക്ചർ ആണ്, സൈക്ലിക് ഹെമിയാസെറ്റൽ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രിപ്പറേഷൻ ആൻഡ് അതിന്റെ സ്ട്രക്ചറിന്റെ അതിന്റെ ഡിസ്കഷൻസ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മോണോസാക്കറൈഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോണോസാക്കറൈഡ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ലാക്ടോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതൊക്കെ എന്താണ്? മോണോസാക്കറൈഡ് ആണ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഫ്രക്ടോസ് എന്ന് പറയുന്ന മോണോസാക്കറൈഡിനെ പറ്റിയിട്ട്. ഫ്രക്ടോസിനെ പറ്റിയിട്ട് ഉള്ള ക്ലാസ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തെടുക്കാം.